ഹിസ്ബുള്ള തലവൻ ഹസൻ നസ്രുള്ള കൊല്ലപ്പെട്ടതായി ഹിസ്ബുള്ളയുടെ സ്ഥിരീകരണം. ഇന്നലെ തെക്കൻ ബൈറൂത്തിലെ ദാഹിയയിലുണ്ടായ ഇസ്രായേൽ ബോംബാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരിൽ ഹിസ്ബുള്ള മേധാവിയും ഉണ്ടായിരുന്നതായാണ് ഹിസ്ബുള്ള സ്ഥിരീകരിച്ചത്. MCA നാസർ ദുബൈയിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. നാസർ, സ്ഥിതിഗതികൾ കൂടുതൽ വഷളാവുകയാണ്. തലവൻ കൊല്ലപ്പെട്ടു എന്ന് ഹിസ്ബുള്ള തന്നെ ഇപ്പോൾ സ്ഥിരീകരിക്കുന്നു. ഇനി എങ്ങനെയായിരിക്കും ചെറുത്തുനിൽപ്പ്? അവിടുത്തെ ഏതാണ്ട് 3 പതിറ്റാണ്ടോളം ഹിസ്ബുല്ലക്ക് നേതൃത്വം നൽകിയിരിക്കുന്ന ഹസൻ നസ്രുള്ളയുടെ വിയോഗം സ്വാഭാവികമായിട്ടും വലിയ ആശങ്ക, വലിയ പ്രയാസം, വലിയ ദുഃഖം ആ സംഘടനക്കുള്ളിൽ സൃഷ്ടിച്ചിട്ടുണ്ട്. പക്ഷേ അതേസമയം തന്നെ തങ്ങളുടെ ചെറുത്തുനിൽപ്പ് അതിശക്തമായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന പ്രഖ്യാപനമാണ് ഹിസ്ബുല്ല നടത്തുന്നത്. അധിനിവേശത്തിനെതിരായി എന്താണോ ഹിസ്ബുല്ല രൂപീകരണം മുതൽ ആരംഭിച്ചിരിക്കുന്ന ചെറുത്തുനിൽപ്പ്, അത് വളരെ ശക്തമായി തന്നെ ഇസ്രായേലിനെ പാഠം പഠിപ്പിക്കുന്ന അതേ സ്വഭാവത്തിലും വ്യാപ്തിയിലും തുടരുമെന്നൊരു പ്രഖ്യാപനം കൂടി ഹിസ്ബുല്ലയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. കാരണം ഇന്നലെ രാത്രി നടന്ന ആക്രമണത്തിലാണ് ഹസൻ നസ്രുള്ള വധിക്കപ്പെടുന്നത്. അതോടൊപ്പം തന്നെ നിരവധി കമാൻഡർമാരും കൊല്ലപ്പെട്ടതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ഏതാണ്ട് ഈ പിന്നിട്ട ദിവസങ്ങളിൽ 1700-ലധികം മരണം സംഭവിച്ചിട്ടുണ്ട്. അതിൽ 100-ലധികം കുട്ടികളാണ്, സ്ത്രീകളാണ് ഉൾപ്പെടുന്നത്. അപ്പോൾ സിവിലിയൻ കേന്ദ്രങ്ങളിലേക്ക് കൂടി ആക്രമണം വ്യാപിപ്പിക്കുന്നതിൻ്റെ ഒരു നീക്കമാണ് ഇപ്പോൾ പോലും ഇസ്രായേൽ സേന നടത്തുന്നത്. അല്പം മുമ്പ് ലബനാൻ തലസ്ഥാനമായിട്ടുള്ള ബെയ്റൂത്തിലെ റഫീഖ് ഹരീരി എയർപോർട്ടിന് സമീപത്ത് ഒരു ആക്രമണം നടന്നു. അത് ഹിസ്ബുല്ല പോരാളിയെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ആക്രമണം നടന്നതെന്ന് ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ദക്ഷിണ ലബനാന്റെ പല ഭാഗങ്ങളിലേക്കും വ്യോമാക്രമണം വളരെ ശക്തമായി തന്നെ തുടരുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. നിരവധി മരണങ്ങളും ഇവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതേസമയം തന്നെ ഹിസ്ബുല്ലയുടെ ഭാഗത്തു നിന്ന് ഇസ്രായേലിലെ മിക്ക പ്രദേശങ്ങളിലേക്കും മിസൈൽ ആക്രമണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പല പ്രദേശങ്ങളിലും ആളുകളോട് ബങ്കറിൽ തന്നെ കഴിഞ്ഞു ചെയ്യണം. ഒരു നില നാസറിലേക്ക് മടങ്ങി വരാം. ടെലിഫോൺ ലൈനിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. ഹിസ്ബുള്ള തലവൻ ഹസൻ നസ്രുള്ള കൊല്ലപ്പെട്ടതായി ഇപ്പോൾ ഹിസ്ബുള്ള തന്നെ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ഇന്നലെ തെക്കൻ ബൈറൂത്തിലെ ദാഹിയയിലുണ്ടായ ഇസ്രായേൽ ബോംബാക്രമണത്തിലാണ് അദ്ദേഹം കൊല്ലപ്പെട്ടത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇനിയുള്ള ചെറുത്തുനിൽപ്പ് എങ്ങനെയായിരിക്കും? വീണ്ടും സ്ഥിതിഗതികൾ വഷളാവുകയാണോ? മറ്റൊരു യുദ്ധം വീണ്ടും ലോക ജനത കാണേണ്ടി വരുമോ എന്നൊക്കെയാണ് ഇനി നമുക്കറിയാനുള്ളത്. MCA നാസർ തുടരുന്നുണ്ട്. നാസർ, കേൾക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു. തുടരാം. അവിടെ സ്വാഭാവികമായിട്ടും ഇത് മേഖലയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാൻ സാധിക്കും, പിന്നിട്ട് കുറേ വർഷങ്ങൾക്ക് ഇപ്പുറം വലിയ ഗുരുതരമായിട്ടുള്ള ഒരു രാഷ്ട്രീയ സൈനിക സാഹചര്യം രൂപപ്പെട്ടു എന്നത് യാഥാർത്ഥ്യമാണ്. അത് ഹിസ്ബുല്ല നേതാവിൻ്റെ ഒരു കൊല മാത്രമല്ല, ലബനാനിലേക്കുള്ള അധിനിവേശത്തിനുള്ള വലിയ തിരക്കിട്ട നീക്കങ്ങളും ഇസ്രായേൽ സേന ആരംഭിച്ചിട്ടുണ്ട്. ഏതാണ്ട് 3 ഡിവിഷൻ സൈന്യത്തെയാണ് ലബനാൻ അധിനിവേശം നടത്താൻ വേണ്ടി ഇപ്പോൾ ഇസ്രായേൽ സേന ഒരുക്കി നിർത്തിയിരിക്കുന്നത്. അതുമാത്രമല്ല, ഹൂത്തികൾക്കെതിരായിട്ടുള്ള ആക്രമണവും വൈകാതെ ഉണ്ടാകുമെന്ന് അല്പം മുമ്പ് ഇസ്രായേൽ സൈനിക നേതൃത്വം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ മേഖലയിലേക്ക് കൂടുതൽ വ്യാപ്തിയിലേക്ക് ആക്രമണം കൊണ്ടുപോവുക, ഇറാനെയും അമേരിക്കയെയും കളത്തിലിറക്കുക എന്ന കൃത്യമായിട്ടുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് നെതന്യാഹുവിൻ്റെ നേതൃത്വത്തിലുള്ള ഇസ്രായേൽ ഭരണകൂടം മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഇതിനോട് ഏത് നിലക്ക് പ്രതികരിക്കണം എന്നത് സംബന്ധിച്ച് സ്വാഭാവികമായിട്ടും ഇറാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ വലിയ ഒരു ധർമ്മസങ്കടത്തിലാണ് അവർ അകപ്പെട്ടിരിക്കുന്നത്. കാരണം അത് തന്നെയാണ് എടുത്തു പറയേണ്ടത്. നാസറി സൂചിപ്പിച്ചതുപോലെ തന്നെ ഇറാനെ ഉൾപ്പെടെ പ്രകോപിപ്പിക്കുക എന്നൊരു ലക്ഷ്യം പ്രധാനമായും ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഈ ഒരു കൊലപാതകത്തിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഇറാന്റെ പ്രതികരണം ഏത് രീതിയിലായിരിക്കും? ഒരു തിരിച്ചടി ഏത് വിധത്തിലായിരിക്കും ഇനിയിപ്പോൾ നൽകാൻ പോകുന്നത് എന്നാണ് ഉറ്റുനോക്കുന്നത്. അവിടുത്തെ തീർച്ചയായിട്ടും നേരത്തെ തന്നെ നമുക്കറിയാൻ സാധിക്കും, ഹമാസിന്റെ നേതാവ് ഇസ്മായിൽ ഹനിയയെ തെഹ്റാനിൽ വധിച്ച അന്ന് തന്നെ ഇറാൻ പ്രഖ്യാപിച്ചിട്ടുണ്ട് ശക്തമായിട്ടുള്ള തിരിച്ചടി ഉണ്ടാകുമെന്ന്. പക്ഷേ ഇറാൻ കടന്നു പോകുന്ന നിലവിലുള്ള ഒരു സാഹചര്യത്തിൽ നമുക്ക് അറിയാൻ സാധിക്കും, ഈ വലിയ തോതിലുള്ള ഉപരോധം ആ രാജ്യത്തെ വലിയ തോതിൽ തന്നെ സാമ്പത്തികമായി തളർത്തിയിട്ടുണ്ട്. പ്രതിരോധ രംഗത്തും നമുക്കറിയാൻ സാധിക്കുന്ന പോലെ നവീന ആയുധങ്ങളുടെ ശേഖരിക്കുന്നതിലും അതോടൊപ്പം തന്നെ സൈനിക ശേഷി വർദ്ധിപ്പിക്കുന്നതിലും ഒരുപാട് പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ നിലനിൽക്കുന്നു.
നിൽക്കുന്നുണ്ട്. അതേസമയം തന്നെ ഈ മേഖലയിൽ ഇപ്പോൾ ഹിസ്ബുല്ലയെ പൂർണ്ണ പിന്തുണ ഇറാൻ പ്രഖ്യാപിക്കുന്നുണ്ട്. പക്ഷെ അതിൻ്റെ പേരിൽ ഒരു തുറന്ന യുദ്ധത്തിലേക്ക് ഇടപെടുമ്പോൾ അത് ഇറാനിയൻ സമൂഹത്തിൽ അല്ലെങ്കിൽ ഈ മേഖലയിൽ ഇറാൻ നേരിടേണ്ടി വരുന്ന പിന്നെ സ്വാഭാവികമായിട്ടുള്ള തിരിച്ചടികളും ആ രാജ്യം വിലയിരുത്തി വരുന്നുണ്ട്. ഏതായാലും തിരക്കിട്ട ചില ചർച്ചകൾ നടക്കുന്നുണ്ട്. ഈ ഭാഗത്തുള്ള മിലീഷ്യ വിഭാഗങ്ങളുമായിട്ട് ആ ചർച്ചകൾ മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷേ ഏതെങ്കിലും അർത്ഥത്തിൽ പ്രത്യക്ഷമായിട്ട് ഒരു യുദ്ധത്തിന് ഇറങ്ങിപ്പുറപ്പെടുക എന്നത് നിലവിലുള്ള ഇറാൻ പ്രസിഡന്റിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ സമീപനം കുറെ കൂടി ഒരു സംയമനപൂർണ്ണമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ വൻശക്തി രാജ്യങ്ങളുമായി പോലും ചേർന്നു പോകണം എന്നൊരു നിലപാടാണ്. അതേസമയം തന്നെ ഇറാൻ ജനതക്കുള്ളിൽ അതിശക്തമായിട്ടുള്ളൊരു തിരിച്ചടി പലസ്തീൻ കോസിന്റെ കാര്യത്തിൽ, അതോടൊപ്പം തന്നെ ഹിസ്ബുല്ല നേതാവ് ഹസൻ നസ്രുള്ളയെ വധിച്ചതിനെതിരെ വേണമെന്ന ഒരു വികാരം ആ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട്. പക്ഷേ എങ്കിലും ഒരു പ്രകോപനപരമായിട്ടുള്ളൊരു നടപടിയിലേക്ക് പിന്നെ അത്ര പെട്ടെന്ന് കടക്കേണ്ടതില്ല എന്ന ഒരു തീർപ്പിലായിരിക്കും മിക്കവാറും ഇറാൻ നേതൃത്വം ഇടപെടുക. അതേസമയം തന്നെ ഹൂത്തികൾ, അതോടൊപ്പം തന്നെ ഇറാഖിലെയും സിറിയയിലെയും മിലീഷ്യ വിഭാഗങ്ങൾ ഇവർക്കൊക്കെ സൈനികമായിട്ടും മറ്റ് രാഷ്ട്രീയ നിലക്കുമുള്ള പിന്തുണ ഇറാൻ തുടരും. പക്ഷേ ഒരു യുദ്ധത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അമേരിക്ക കൂടുതൽ സൈന്യത്തെ ഇറക്കിയിട്ടുണ്ട്. പുതിയ യുദ്ധക്കപ്പലുകൾ അമേരിക്ക ഈ മേഖലയിലേക്ക് വിന്യസിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തുടങ്ങാൻ ഒരു പക്ഷേ എളുപ്പമായിരിക്കാം. പക്ഷേ ഇതിൻ്റെ ആത്യന്തികമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ, ഇത് സൃഷ്ടിക്കാൻ പോകുന്ന മേഖലയിൽ സൃഷ്ടിക്കാൻ പോകുന്ന വലിയ സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ, അതോടൊപ്പം തന്നെ പിന്നെ നവീന ആയുധങ്ങളും മറ്റുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അത്ര ധൃതി പിടിച്ചൊരു തീരുമാനത്തിലേക്ക് നിലവിലുള്ള ഒരു സാഹചര്യത്തിൽ ഇറാൻ കടക്കാനുള്ള സാധ്യത വിരളമാണ് എന്നൊരു വിലയിരുത്തലാണ് വരുന്നത്. പക്ഷേ ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട് ഹിസ്ബുല്ലക്കെതിരെ കൂടുതൽ ആക്രമണം നടത്തുന്നു. അതോടൊപ്പം തന്നെ മേഖലയിലെ മറ്റ് മിലീഷ്യ വിഭാഗങ്ങൾക്കെതിരെ ആക്രമണത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നു. ലബനാനിലേക്ക് ഈ കരയുദ്ധത്തിനുള്ള ഒരുക്കങ്ങൾ പിന്നെ ഇസ്രായേൽ തുടരുന്നു. ഇതൊക്കെ വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ടും സ്ഥിതിഗതികൾ ഒരുപക്ഷെ കൈവിട്ടു പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും. അതിന് ഏറ്റവും വലിയ വിലയൊടുക്കേണ്ടി വരുന്നത് ഈ പശ്ചിമേഷ്യൻ മേഖല തന്നെയായിരിക്കും. ഏറ്റവും അവസാനമായിട്ട് ഇപ്പോൾ അമേരിക്കൻ നേതൃത്വം വ്യക്തമാക്കിയിരിക്കുന്നത് ഇസ്രായേലിന്റെ സുരക്ഷ എന്നത് പ്രധാനമാണ്. എല്ലാ നിലക്കും ആ സുരക്ഷയ്ക്ക് ഉറപ്പുവരുത്താൻ നീക്കങ്ങൾ തങ്ങൾ നടത്തും. ഹസൻ നസ്രുള്ള വധിക്കപ്പെട്ടതിനെ പോലും ബൈഡൻ ഭരണകൂടം പിന്നെ ഏറെക്കുറെ അതിനെ സ്വാഗതം ചെയ്ത ഒരു സാഹചര്യത്തിൽ കൂടുതൽ സൈനിക വിന്യാസങ്ങൾ ഈ മേഖലയിലേക്ക് കൊണ്ടുവരാനുള്ള തിടുക്കത്തിലായിരിക്കും അമേരിക്ക ഏർപ്പെടുന്നത്. ഏതായാലും അവിടുത്തെ ഒരു നയതന്ത്ര നീക്കം അല്ലെങ്കിൽ ഒരു സമവായ നീക്കത്തിനുള്ള ഒരു ശ്രമവും ഇപ്പോൾ നടക്കുന്നില്ല. ഹസൻ നസ്രുള്ള വധിക്കപ്പെട്ടതോടുകൂടി അത്തരമൊരു ചർച്ചയ്ക്ക് തന്നെ ഇനി പ്രസക്തിയില്ല എന്നൊരു തീർപ്പിലേക്കാണ് ഹിസ്ബുല്ല എത്തിച്ചേർന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് പിന്നെ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് കുറെ കൂടി വ്യാപ്തിയുള്ള ആക്രമണത്തിലേക്ക് നീങ്ങാനുള്ള ഒരു തീരുമാനം പിന്നെ ഇസ്രായേലും കൂടി. ഹിസ്ബുല്ല തലവൻ ഹസൻ നസ്രുള്ള കൊല്ലപ്പെട്ടതായി ഹിസ്ബുല്ല തന്നെ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. വീണ്ടും ഒരു മേഖലാ യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ കടക്കുകയാണോ എന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഇറാനെ ഇസ്മായിൽ ഹനയ്യ കൊല്ലപ്പെട്ട തൊട്ട് തന്നെ നമ്മൾ കണ്ടതാണ്. ഒരു തിരിച്ചടി നൽകും എന്നുള്ള ഒരു മുന്നറിയിപ്പ്, ഒരു താക്കീത് ഇറാന്റെ ഭാഗത്തു നിന്നുൾപ്പെടെ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഹിസ്ബുല്ല തലവൻ കൊല്ലപ്പെടുമ്പോൾ ഏത് രീതിയിലായിരിക്കും ഇറാൻ പ്രതികരിക്കാൻ പോകുന്നത് എന്നൊക്കെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. MCA നാസർ തുടരുന്നുണ്ട്. നാസർ ഈ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ നസ്രുള്ളയുടെ കൊലപാതകത്തെ ഒരു വിധത്തിൽ അംഗീകരിച്ച രീതിയിൽ തന്നെയാണ് അമേരിക്കയുടെ നിലപാടുള്ളത്. പക്ഷേ നമുക്കറിയാം, തെരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ്. ബൈഡൻ ഭരണകൂടത്തെ സംബന്ധിച്ച് ഈ ഒരു വിഷയം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ അലട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ഒന്ന് തന്നെയാണ്. അതുപോലെ മറ്റ് ലോകരാഷ്ട്രങ്ങൾ ഈ ഒരു വിഷയത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഒരു സമാധാനത്തിന് ഇനി യാതൊരുവിധ സാധ്യതയുമില്ല എന്നാണോ? അവിടുത്തെ നിലവിലുള്ളൊരു സാഹചര്യത്തിൽ അത്തരം നീക്കങ്ങൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും ഒരു 21 ദിവസങ്ങൾ നീളുന്ന ഒരു വെടിനിർത്തലിനുള്ള ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിരുന്നു. ഹിസ്ബുല്ലയുമായിട്ട് അനൗപചാരിക സ്വഭാവത്തിൽ ചർച്ചകൾ നടന്നതായിട്ട് റിപ്പോർട്ടുണ്ടായിരുന്നു. ലബനാൻ ഗവൺമെന്റ് തന്നെ അത്തരമൊരു നീക്കത്തോട് പിന്നെ അതിനെ സ്വാഗതം ചെയ്യുകയും അന്തർദേശീയ തലത്തിൽ തന്നെ രാജ്യങ്ങളോട് തങ്ങൾ സമവായത്തിന് മുന്നിട്ടിറങ്ങാൻ റെഡിയാണെന്ന് അവർ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ നിലവിലുള്ള ഒരു സാഹചര്യത്തിൽ ഒരു തുറന്ന യുദ്ധം എന്നത് ഇസ്രായേൽ ആഗ്രഹിക്കുന്നുണ്ട്, നെതന്യാഹു ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഇന്നത്തെ ഈ ഒരു ഹസൻ നസ്രുള്ളയുടെ വധം ഔദ്യോഗികമായിട്ടുള്ള ആ പ്രഖ്യാപനം വന്നതോടുകൂടി നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം താൻ പിന്നെ രാഷ്ട്രീയമായിട്ട് ഇസ്രായേലിന് വലിയൊരു സുരക്ഷയുമായി ബന്ധപ്പെട്ട ഒരു നേട്ടം ചെയ്തു എന്ന അർത്ഥത്തിലുള്ള ഒരു പ്രതികരണമാണ് നെതന്യാഹുവിന്റെ ഭാഗത്തു നിന്ന് വരുന്നത്. പ്രതിപക്ഷ നേതാവ് യായിർ ലാപ്പിഡ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം വരെ നെതന്യാഹുവിനെതിരെ ശക്തമായിട്ട് രംഗത്തുണ്ടായിരുന്നു. പക്ഷേ ഹസൻ നസ്രുള്ളയുടെ വധം എന്നതിനെ പൂർണ്ണമായിട്ട് പിന്തുണച്ചുകൊണ്ടാണ് യായിർ ലാപ്പിഡ് രംഗത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ ആഭ്യന്തര സമൂഹ
പൊതുസമൂഹത്തിൽ ഗസയിൽ എന്ത് നടക്കാതെ പോയോ അത് വളരെ എളുപ്പത്തിൽ ലബനാനിൽ നടന്നു എന്ന ഒരു ധാരണ ഇസ്രായേൽ പൊതുസമൂഹത്തിൽ സൃഷ്ടിക്കുന്നതിൽ നെതന്യാഹുവിന്റെ ഭരണകൂടം ഇപ്പോൾ വിജയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇനിയും കൂടുതൽ ശക്തമായിട്ടുള്ള ആക്രമണങ്ങളിലേക്ക് നീങ്ങാനുള്ള ഒരു തീരുമാനം തന്നെയാണ് ഇസ്രായേൽ സൈനിക രാഷ്ട്രീയ നേതൃത്വം കൈക്കൊണ്ടിരിക്കുന്നത്. അതാണ് പിന്നെ ഏറ്റവും ആപൽക്കരമായിട്ടുള്ള ഒരു അവസ്ഥ ഒരുപക്ഷെ ഈ മേഖലയിൽ സൃഷ്ടിക്കുക. അപ്പോൾ റഷ്യ അതിന്റെ പ്രതികരണം അറിയിച്ചിട്ടുണ്ട്. ഹസൻ നസ്രുള്ളയെ വധിച്ചത് തെറ്റായ രീതിയാണ്, ഒരു നിലക്കും അംഗീകരിക്കാനാവില്ല. കൂടുതൽ പ്രകോപനപരമായ നടപടികളിൽ നിന്ന് ഇസ്രായേൽ പിൻവാങ്ങണമെന്ന് റഷ്യ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ചൈനയും ഏറെക്കുറെ അതേ നിലപാട് തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. യൂറോപ്യൻ രാജ്യങ്ങളാവട്ടെ ഒരു സമവായത്തിന് വേണ്ടി, ഒരു നയതന്ത്ര പരിഹാരത്തിന് വേണ്ടിയുള്ള തിരക്കിട്ട നീക്കങ്ങൾ ഫ്രാൻസ് ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളും നടത്തിയിരുന്നു. പക്ഷേ ഇനി ഏതെങ്കിലും അർത്ഥത്തിലൊരു മുന്നോട്ട് പോകണമെങ്കിൽ ആ നിലക്കുള്ള ഒരു ശ്രമങ്ങൾ അമേരിക്കയുടെ ഭാഗത്തുനിന്നും മറ്റും ഉണ്ടാകേണ്ടതുണ്ട്. പക്ഷെ നിലവിലുള്ളൊരു സാഹചര്യത്തിൽ പുറമേക്ക് ഒരു സമാധാനം വേണം, മേഖല ഒരു തുറന്ന യുദ്ധത്തിലേക്ക് നീങ്ങുന്നതിന് തങ്ങൾ അംഗീകരിക്കുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് എങ്കിൽ പോലും കൂടുതൽ ആയുധങ്ങളും യുദ്ധക്കപ്പലുകളും മേഖലയിലേക്ക് അയക്കാനും ഇസ്രായേലിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കാനുമുള്ള ഒരു സമീപനം തന്നെയാണ് ഈ ഇലക്ഷൻ അടുത്തിരിക്കുന്ന ഒരു ഘട്ടത്തിൽ പോലും ബൈഡൻ ഭരണകൂടം പ്രകടിപ്പിക്കുന്നത്. 30 വർഷം മുമ്പ് ഹിസ്ബുള്ള തലവനായിരുന്ന മുസാവി കൊല്ലപ്പെടുമ്പോൾ ഈ ഇസ്രായേൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹിസ്ബുള്ള അവസാനിച്ചു എന്നുള്ളൊരു പ്രഖ്യാപനം. അങ്ങനെ ഒരു നിലപാട് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. പിന്നീട് നമ്മൾ കണ്ടു തലവൻ നേതൃനിരയിലേക്ക് ഹസൻ നസ്രുള്ള വരുന്നു. അതിനുശേഷമുള്ളവരുടെ യാത്രയൊക്കെ നമ്മൾ കണ്ടു. ഇന്നിപ്പോൾ ഹസൻ നസ്രുള്ള കൂടി കൊല്ലപ്പെടുമ്പോൾ ഹിസ്ബുള്ളയുടെ അവസാനം എന്നുള്ള രീതിയിലേക്ക് കടക്കുകയാണോ, അല്ലെങ്കിൽ ഇനി നേതൃനിരയിലേക്ക് ആര് വരാനുള്ള സാധ്യതയാണ് കാണുന്നത്? ഈ ഒരു ചെറുത്തുനിൽപ്പ് ഇവിടെ അവസാനിച്ചു, അല്ലെങ്കിൽ ഇസ്രായേൽ പറയുന്നത് പോലെ ഹിസ്ബുള്ളയെ നിലംപരിശാക്കി മാത്രമേ തങ്ങളിനി പിന്നോട്ടുള്ളൂ, അതിൻ്റെ ഒരു തുടക്കം എന്നുള്ള രീതിയിൽ ഈ ഒരു കൊലപാതകത്തെ കാണാൻ കഴിയുമോ നിലവിൽ? അമൃത, എന്തായാലും ഹസൻ നസ്രുള്ളയുടെ വിയോഗം അല്ലെങ്കിൽ അദ്ദേഹം കൊല്ലപ്പെട്ടത് ഹിസ്ബുല്ല എന്ന ഒരു പ്രതിരോധ സംഘടനയെ സംബന്ധിച്ച്